Good morning, children. So next we are going to study about electrical resistance. So we have discussed about current and voltage. So current is what? Current is charge per unit time. That is Q by T is current. What is voltage? Voltage is work done per unit charge. That is W by Q is voltage. Clear? So now we are going to study about electrical resistance. So the word resistance itself gives you the meaning that it is an opposition to something, right? So here what will be the opposition to the flow of current? Okay. So here if we use a short length of a wire to connect positive and the negative terminals of a cell or battery together, we can do a lot of damage. Why means short length ആവുന്ന സമയത്ത് ഇലക്ട്രോൺസ് വേഗം അത് കംപ്ലീറ്റ് ആവും അല്ലേ? ആ ഒരു പാത്ത് വേഗം കംപ്ലീറ്റ് ആവുമ്പം ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് വിൽ ബി വെരി ലെസ്. ഓക്കെ, സോ അപ്പോൾ അവിടെ കറണ്ട് കൂടുതലായിട്ട് ട്രാവൽ ചെയ്യാൻ അവിടെ പറ്റും. ഓക്കെ, സോ the wire and the cell maybe both get hot, a large current will flow through them. There is very little electrical resistance in the circuit, so there is what happens, so the current is large. അപ്പോൾ വയർ ഷോർട്ട് ആവുന്ന സമയത്ത് അവിടെ ഒരുപാട് പാത്ത് ഇലക്ട്രോൺസിനെ കവർ ചെയ്യാനില്ല, സോ ഇറ്റ് ക്യാൻ ഈസിലി മൂവ്. സോ അതുകൊണ്ട് തന്നെ കറണ്ട് വിൽ ബി വെരി ലാർജ്. ദ കറണ്ട് ഫ്ലോയിങ് ഇൻ എ സർക്യൂട്ട് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ആഡിങ് കോമ്പോണൻസ്. അതായത് നമുക്കറിയാം ഒരു അഡീഷണൽ കോമ്പോണന്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ വരികയാണ് അല്ലേ? അതായത് ഇപ്പോൾ ഒരു കോമ്പണന്റ് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പുഷ് കൊടുക്കണം, വോൾട്ടേജ് അവിടെ ഓട്ടോമാറ്റിക്കലി കൂടുതൽ അത് എനർജി കൂടുതൽ അത് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. എനർജി ഡിസ്ട്രിബ്യൂഷൻ അവിടെ നടക്കുക. അതായത് ബാറ്ററി 1.5 തന്നെ ആയിരിക്കും കൊടുക്കുക, പക്ഷെ അവിടെ കുറേ കോമ്പണൻസ് വരുമ്പം ആ ഒരു 1.5 പലതായിട്ട് ഷെയർ ചെയ്ത് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ ആ കറണ്ട് എന്താവും? കുറയാണ് ചെയ്യുക അല്ലേ? നമുക്കിപ്പോൾ അറിയാം ഇപ്പോൾ ഒരു കോമ്പണന്റ് ഉള്ള സ്ഥലത്ത് രണ്ട് കോമ്പണന്റ് വരുന്ന സമയത്ത് നമുക്കറിയാം ത്രൂ ഔട്ട് ഒരേ കറണ്ട് തന്നെയാണ് പോകുന്നത്. കറണ്ടിന് ഒരു മാറ്റവും ഇല്ല, ത്രൂ ഔട്ട് ഒരേ കറണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ ആ കറണ്ടിന്റെ വാല്യൂ ഒരു കോമ്പണന്റ് ഉണ്ടാവുന്ന സമയത്തും രണ്ട് കോമ്പണന്റ് ഉണ്ടാവുന്ന സമയത്തും എന്താ ഉള്ള ഡിഫറൻസ് വേറെയാണ്. ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് ഇപ്പോൾ 1 കോമ്പണന്റ് ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടെ നിറയെ ഇലക്ട്രോൺസ് പോവും. പക്ഷെ 2 കോമ്പണൻസ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടെ കുറച്ച് ഇലക്ട്രോൺസ് ആ ടൈമിൽ പോകുള്ളൂ. ബിക്കോസ് എന്താ അത്രയും പുഷൊക്കെ എത്തി മെല്ലെ മെല്ലെ ആ ഇലക്ട്രോൺസ് അതിൽ കൂടെ പോവുള്ളൂ. സോ ത്രൂ ഔട്ട് അതേ സെയിം സിസ്റ്റം, സെയിം കറണ്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അവിടെ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് കറണ്ട് എന്തായിരിക്കും? കുറയും. ഓക്കെ, ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. ആസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് കറണ്ട് ഡിക്രീസസ് അല്ലെ? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒബ്സ്റ്റക്കിൾ ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് വിൽ റിഡ്യൂസ് ദ ഫ്ലോ ഓഫ് കറണ്ട്. ഓക്കെ, so what is resistance? Defining resistance. How much current can a cell push through a resistor? The electric resistance of a component is measured in ohms. Adinte unit enda ohms aanu. It is defined as a potential difference across a component divided by the current passing through it. What is resistance? It is defined as potential difference across a component divided by current passing through it. That is resistance is equal to voltage divided by current. ഇതിന്റെ ഡെറിവേഷൻ എങ്ങനെ എത്തിയെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഇതിൽ പറഞ്ഞു തരാം. അതായത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് across a component divided by the current passing through it. അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ അതിന് ചെറിയൊരു പുഷ് കൊടുത്താൽ മതി അല്ലേ? ഇത് ഒരു ഒബ്ജക്റ്റിന് അവിടെ റെസിസ്റ്റൻസ് ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ നമ്മളവിടെ നിറയെ പുഷ് കൊടുക്കണം. അതായത് കൂടുതൽ വോൾട്ടേജ് അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്തോറും ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും? വോൾട്ടേജ് കൂടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് കറണ്ട് അവിടെ എന്ത് സംഭവിക്കും? കറണ്ട് കുറയും ചെയ്യും. പക്ഷെ ഇത് ലോജിക്കലി കുറേ സ്ഥലത്ത് നമുക്ക് ചില സ്ഥലത്തത് ഡിഫറൻസ് വരുന്നുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, so simply what we can say is resistance is equal to voltage divided by current. ഓക്കെ, അതായത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫ്ലോ ഓഫ് കറണ്ടിൽ കൊടുക്കുന്ന പുഷ്, ആ പുഷ് കാരണം ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഇത് രണ്ടിൻ്റെയും എന്താ
ഒരു ഡിവിഷൻ ആയിരിക്കും അതിലുണ്ടാവുന്ന ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മളൊരു പുഷ് കൊടുക്കുമ്പം എത്ര കറണ്ട് ക്രിയേറ്റ് ആവുന്നു അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഒബ്സ്റ്റക്കിൾ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒബ്സ്റ്റക്കിൾ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും. സോ അത് എങ്ങനെ വന്നു എന്നുള്ളതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. The circuit shown in figure 18.11 illustrate how we can measure the resistance of a resistor. We need to know the current flowing through the resistor measured by the ammeter. We need to know the potential difference across it, and this is measured by voltmeter connected parallel to the circuit. അല്ലേ, നമുക്കറിയാം അമ്മീറ്റർ എപ്പോഴും സീരീസിലായിരിക്കണം, വോൾട്ട് മീറ്റർ എപ്പോഴും പാരലൽ ആയിരിക്കണം. ആൻഡ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കറന്റ്, ദാറ്റ് ഇസ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു V by I. So a voltmeter is always connected across a relevant component because it is measuring potential difference between two endpoints of the component. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെർട്ടിക്കുലർ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കോമ്പണൻറ്റിൻ്റെ വോൾട്ടേജ് അറിയണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് അക്രോസ് ദാറ്റ് കോമ്പണൻറ്റ് ബിക്കോസ് ഫോർ ഈച്ച് കോമ്പണൻറ്റ് ദാറ്റ് പുഷ് വിൽ ബി ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കോമ്പണൻറ്റിൻ്റെ അക്രോസും കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വോൾട്ടേജ് കിട്ടുള്ളൂ. So ammeters are connected in series so that the current can flow through them, and voltmeters are connected in parallel to measure the potential difference across them. So ഇതിന്റെ റീസൺ നമുക്കറിയാലോ, അമ്മീറ്റേഴ്സ് എപ്പോഴും സീരീസ് ആയിരിക്കും ബിക്കോസ് കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ അത് എപ്പോഴും സീരീസ് ആയിരിക്കും. വോൾട്ട് മീറ്റർ പാരലൽ ആണ് ബിക്കോസ് അക്രോസ് എ കോമ്പണന്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഹിയർ the worked example 18.82 shows and figure 18.11 shows how to calculate the resistance of a resistor from the measurement of current and the potential difference. Notice that we can show the current as an arrow entering or leaving the resistor. The potential difference is shown by a double-headed arrow to indicate that it is measured across the resistor. The resistance is simply shown as a label or next to the resistor. It does not have direction. അല്ല, അതിന് ഡയറക്ഷൻ ഉള്ളതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. അതായത് ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, കറണ്ട് എൻ്റർ ചെയ്യുന്നു, കറണ്ട് ലീവ് ചെയ്യുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കോമ്പണൻറ്റിൻ്റെ ഇടയിലാണ്. അതുകൊണ്ടാണ് ഈ ഡബിൾ ഹെഡഡ് ആരോ അവർ കാണിച്ചിരിക്കുന്നത്. ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഒബ്സ്റ്റക്കിൾ. സോ അതിന് എന്താ ഡയറക്ഷൻ ഒന്നും ഇല്ല. സോ വാട്ട് ഇസ് എക്സാമ്പിൾ ഹിയർ? A resistance allows a current of 0.02 ampere to flow through it when there is a potential difference of 10 volt between its ends. What is a resistance? It's a simple question. We know the equation resistance is equal to voltage divided by current. So what is voltage? 10 and we current 0.02 ampere. So 10 volt divided by 0.02 ampere is equal to 500 ohm. 500 ohm is the resistor. Okay, so ഇത്രേ ഉള്ളൂ എക്സാമ്പിൾ എന്ന് പറയുന്നത്. So next we are going to define ohm. Okay, so what is ohm? Let us think about the equation that define what is meant by resistance. We can say that it takes a potential difference of 10 volt to make a current of 1 ampere flowing through a 10 ohm resistor. അതായത് ഒരു 1 ampere current flow ചെയ്യാൻ we have to provide how much voltage? 10 voltage. ആൻഡ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 1, അതായത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് എന്ന് പറയുമ്പം അവിടെ എത്ര റെസിസ്റ്റർ ആണ്? 10 ഓം റെസിസ്റ്റർ ആണ്. സപ്പോസ് അത് 20 ഓം റെസിസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യാൻ പറ്റും. ഇഫ് 1 ആംപിയർ കറണ്ട് തന്നെയാണെങ്കിൽ നമ്മൾ എത്ര പുഷ് കൊടുക്കേണ്ടി വരും? 20 വോൾട്ട് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ട എനർജി. ഞാൻ നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് കൂടും? വോൾട്ടേജ് കൂടും. അത് സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എൻ ഒബ്സ്റ്റക്കിൾ ഓർ ഹിൻഡ്രൻസ്. സോ നമുക്കവിടെ ഒരു ഹിൻഡ്രൻസ് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ഹിൻഡ്രൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പം നമ്മളത് തള്ളി മാറ്റണം. എക്സ്ട്രാ വി ഹാവ് ടു പ്രൊവൈഡ് എൻ എനർജി. സോ ഹിയർ ഓൾസോ വി ഹാവ് ടു പ്രൊവൈഡ് മോർ എനർജി ആൻഡ് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ചെറുതായിട്ടൊന്ന് കുറയും അല്ലേ? അത്രേ ഉള്ളൂ. സോ ഇവിടെ കറണ്ട് സെയിം യൂണിറ്റിലാണ് നിൽക്കുന്നത്. ചില കേസിൽ നമുക്കറിയാം ഈ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് കറണ്ട് കുറയും, ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുക്കേണ്ട എനർജി കൂടും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ വോൾട്ടേജ് കൂടിയത്. ഓക്കെ, ക്ലിയർ?
സോ അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താ മാത്തമാറ്റിക്കൽ വേസ് നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ കോഷ്യന്റ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ന്യൂമറേറ്ററും കൂടും അല്ലെ. മാത്തമാറ്റിക്കലി നമുക്ക് തിങ്ക് ചെയ്താൽ മനസ്സിലാവും. കോഷ്യന്റ് കൂടിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കൂടും? നമ്മുടെ ന്യൂമറേറ്റർ കൂടും. അതേപോലെ ഇവിടെയും അതേപോലെ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മുടെ ഒരു ചെറിയ ത്രോട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഹിയർ കോഷ്യന്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഡിനോമിനേറ്റർ എന്ത് സംഭവിക്കും? കുറയും. സോ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതാണ്. സോ ഹിയർ നമുക്കുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, സപ്പോസ് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട വോൾട്ടേജ് കൂടും, കറണ്ട് കുറയും. അപ്പോൾ നമ്മളിവിടെ കറണ്ട് മാറ്റാതെ വെക്കുകയാണെങ്കിൽ വോൾട്ടേജ് നന്നായി കൂടും അല്ലേ. നമ്മളൊന്നും ജസ്റ്റ് മാത്തമാറ്റിക്കലി തിങ്ക് ചെയ്യാണ്, കറണ്ടിന് ഒന്നും നമ്മൾ കുറയ്ക്കുന്നില്ല, അതേ 1 ആംപിയർ എടുത്താൽ ഓട്ടോമാറ്റിക്കലി വോൾട്ടേജ് നന്നായിട്ട് കൂടും. ഓക്കെ, സോ ഹെൻസ് റെസിസ്റ്റൻസ് ഇൻ ഓം ടെൽസ് us how many volts need to make 1 ampere flow through that resistor. So to put together another way, 1 ohm is 1 volt per amp. Okay, per ampere അതായത് 1 volt ഒരു പെർട്ടിക്കുലർ കറണ്ട് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ എത്ര വോൾട്ട് കൊടുക്കുന്നു അതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? resistance എന്ന് പറയുന്നത്. So in the case of worked example 18.2, it would take 500 volt to make 1 ampere flow through 500 ohm resistor. So 500 ohm resistor ലോട്ട് നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ it have to provide 500 volt to make 1 ampere to flow അല്ലേ. ഇവിടെ 0.02 ampere ആണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ 0.02 ആംപിയർ ആണ് ഇവിടെ ഉള്ള കറണ്ട്. അപ്പൊ നമുക്ക് 500 ഓം ആണ് നമുക്ക് കിട്ടിയ റെസിസ്റ്റൻസ്. സപ്പോസ് നമ്മൾ 1 ആംപിയർ ഇൻസ്റ്റെഡ് ഓഫ് 0.02 ആംപിയർ കുറച്ച് 1 ആംപിയർ കറണ്ട് കുറച്ച് കൂട്ടുകയാണെങ്കിൽ അല്ലെ, നമുക്ക് കറണ്ട് കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ ഇതേ റെസിസ്റ്റൻസിൽ എന്ത് സംഭവിക്കണം? നമ്മൾ കൂടുതലായിട്ട് അവിടെ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇവിടെ നമ്മൾ കുറച്ച് കറണ്ട് മതി എന്നാ ഉദ്ദേശിക്കുന്നത്. ഇതേ 500-ല് 0.2 ആംപിയർ കറണ്ട് മതി, അപ്പോൾ 10 വോൾട്ടിന്റെ പുഷൊക്കെ മതി. പക്ഷേ ഇവിടെ 0.2-ന് പകരം 1 ആംപിയർ അത്രയും കറണ്ട് കുറച്ച് കൂടുതലാവണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത്രയും കറണ്ട് പോകണമെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് മോർ വോൾട്ടേജ്, മോർ എനർജി നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലാവുണ്ടോ? സോ ഓട്ടോമാറ്റിക് ഇത് നമ്മൾ എന്താ ഫിക്സ് ചെയ്ത് വെച്ച്? റെസിസ്റ്റൻസ് ഫിക്സ് ചെയ്ത് വെച്ചു ആൻഡ് കറണ്ട് കുറച്ച് കൂട്ടിക്കൊടുത്തു. അപ്പൊ കറണ്ട് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് ഈ 6 മാറുന്നില്ല, 6 മാറുന്നില്ല, ഐ നമ്മൾ എന്ത് ചെയ്തു? ഐനെ നമ്മൾ കൂട്ടി. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഇവിടെ ഉള്ള വാല്യൂ എന്ത് സംഭവിക്കും? കൂടും. സെയിം ആൻസർ കിട്ടണമെങ്കിൽ 500 ഓം എന്ന് പറയുന്ന സെയിം ആൻസർ കിട്ടണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ന്യൂമറേറ്റർ എന്ത് സംഭവിക്കും? കൂടും. അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് പറയാം? 500 ഓം തന്നെ കിട്ടണം 0.2 ആംപിയറിന് പകരം 1 ആംപിയർ, അതായത് കുറച്ചുകൂടെ കൂടുതൽ കറണ്ട് ഇതേ റെസിസ്റ്റൻസിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ അല്ലെ. അപ്പോൾ ആ ഒബ്സ്റ്റക്കിളൊക്കെ മാറി കൂടുതൽ കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ പുഷ് കൊടുക്കണം. സോ ഇൻസ്റ്റെഡ് ഓഫ് 10 വോൾട്ട് അവിടെ എത്ര വോൾട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും? 500 വോൾട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദി വോൾട്ടേജ് ആൻഡ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. So we can think an electric circuit as an obstacle race. The current comes out of positive terminal of the cell and must travel around the circuit to the negative terminal. Along the way, it must pass through different components. The greater their resistance, harder it will for the charge to flow. അല്ലെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസ് കൂടുന്തോറും ആ ചാർജിന് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. So the current will be smaller. Okay. And the greater the resistance in the circuit, smaller the current that flows. However, we can make a bigger current flow by increasing the potential difference. അല്ലെ, ഇവിടെ നമ്മൾ അത് കണ്ടു. അതായത് 0.2 ആംപിയർ ഉണ്ടായിരുന്നപ്പോൾ 10 വോൾട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മൾ 1 ആംപിയർ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യിക്കാൻ പറ്റും അതേ റെസിസ്റ്ററിലൂടെ അല്ലെ. ഇതേ 500 റെസിസ്റ്ററിലൂടെ നമുക്ക് 1 ആംപിയർ ഫോളോ ചെയ്യിക്കാൻ പറ്റും. ബട്ട് വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു ഇൻക്രീസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, സോ അത്ര ഇവിടെ
പറയുന്നുള്ളൂ. However, we can make a bigger current flow by the increasing PD that pushes it. A bigger PD produces a bigger current. The greater PD in the circuit a component, greater current flows. അല്ലേ, ഇവിടെ നമുക്ക് അതേ റെസിസ്റ്റൻസിൽ കൂടെ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം. സോ ആസ് എ വോൾട്ടേജ് ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ്, കറണ്ട് ഇൻക്രീസസ്. അത് എങ്ങനെ കറണ്ട് ഇൻക്രീസ് ആവുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊവൈഡിങ് മോർ എനർജി ടു മൂവ് ഇലക്ട്രോൺസ്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൂവ് ആവുന്നത് കൂടും. സോ ഓട്ടോമാറ്റിക്കലി ദ കറണ്ട് ഓൾസോ ഇൻക്രീസസ്. മനസ്സിലായോ? So simply we can say that to increase the current, what we can do, we can increase the voltage. അല്ലേ, കൂടുതൽ ഇലക്ട്രോൺസ് പാസ് ചെയ്യണമെങ്കിൽ കൂടുതൽ പുഷ് കൊടുത്താൽ മതി. So we can increase the current. So as the resistance increases, what happens? Current decrease ആവും. എന്തുകൊണ്ട്? obstacle വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറണ്ട് ഡിക്രീസ് ആവും. ഈ ഡിക്രീസ് ആയ കറണ്ടിനെ നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യിക്കാം? By increasing the voltage. So next is resistance and thickness. How resistance is related to thickness. This idea of an obstacle race can help us to think about the resistance of wire of different shapes. A long thin wire has resistance than a short fat one. Okay, a long thin wire has a resistance than a short fat one. അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്യുക. അതായത് ഒരു ലോങ് ഷോർട്ട് വയർ എടുക്കുമ്പോൾ അതിൻ്റെ സർക്കംഫറൻസ് എന്താ? വളരെ കുറവായിരിക്കും അല്ലേ? അത് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ഷോർട്ട് വയർ, ഓക്കെ, വിത്ത് ലോങ് ലെങ്ത്, ഇങ്ങനെ നമ്മളൊരു വയർ ഉണ്ട്. ഓക്കെ, ആൻഡ് എ ഫാറ്റ് വയർ വിച്ച് ഇസ് ഷോർട്ട്, ഇങ്ങനൊരു വയർ ഉണ്ട്. സോ ഇങ്ങനെ രണ്ട് വയർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഇത്രയും സർക്കംഫറൻസ് ഉള്ളൂ അല്ലേ, ഇത്ര ഏരിയ ഉള്ളൂ. സോ വാട്ട് ഹാപ്പൻസ്, ഇത്ര ഏരിയ ഉണ്ടാകുമ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് ഇതിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് ഇത്രയും ദൂരം പോകണം. സോ ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ്. ബട്ട് ഇവിടെ ഏരിയ കൂടുതലാണ് അല്ലേ. സോ ഈ സ്ഥലത്ത് കൂടെ കുറേ ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് എൻട്രി ചെയ്യാം ആൻഡ് ആസ് വെൽ ആസ് കുറച്ച് ലെങ്ത് ഉള്ളൂ. സോ റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് കുറയും. ക്ലിയർ? അതായത് ഇവിടെ നമുക്ക് ഏരിയ കുറയുമ്പം കുറച്ച് ഇലക്ട്രോൺസിനെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ റെസിസ്റ്റൻസ് അവിടെ കൂടും. ഇവിടെ ഏരിയ കൂടുതലായതുകൊണ്ട് ലോട്ട് ഓഫ് ഇലക്ട്രോൺ ക്യാൻ പാസ് ത്രൂ. സോ റെസിസ്റ്റൻസ് ഡിക്രീസസ്. സോ ഹിയർ ലെങ്ത് ഇസ് മോർ, സോ ഇറ്റ് ഹാസ് ടു ട്രാവൽ എ ലോട്ട്. സോ റെസിസ്റ്റൻസ് അവിടെ കൂടും. ഇവിടെ കുറച്ചേ ഉള്ളൂ. സോ റെസിസ്റ്റൻസ് കുറയും. സോ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്? ലെങ്ത് ആസ് വെൽ ആസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഒരു വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റെസിസ്റ്റൻസ് ഇരിക്കുന്നത്. സോ വാട്ട് ക്യാൻ ഐ സേ ഇസ് റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അല്ലെ. റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ പറഞ്ഞാൽ കൂടുക അല്ലെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് അല്ലെ. ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. ആൻഡ് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ അല്ലെ. റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അതായത് ഏരിയ കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും അല്ലെ. അത് ഡിനോമിനേറ്റർ ആൻഡ് കോഷ്യന്റ് എന്നുള്ള കണക്ക് നോക്കുമ്പം ഏരിയ കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, സോ പ്ലീസ് റിമൈൻഡ് ദിസ് ഇക്വേഷൻ, ദാറ്റ് ഇസ് റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ബൈ ഏരിയ. സോ നമുക്ക് എപ്പോഴും അല്ലെ ഫിസിക്സിൽ നിങ്ങൾ ഇതേപോലെ ഇതിനു മുമ്പ് പഠിച്ച ഒരു ഇക്വേഷൻ ആണ് എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് അല്ലെ, ഹൂക്സ് ലോ പഠിക്കുമ്പം. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നിങ്ങൾ എന്ത് ചെയ്തു? എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ടുവന്നു അല്ലെ. കെ എന്ന് പറയുന്ന എന്താ? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. അതേപോലെ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ ഒരു വാല്യൂ കൊണ്ടുവരും. അതിൻ്റെ പേരാണ് റെസിസ്റ്റിവിറ്റി. അതായത് അത് നിങ്ങൾക്ക് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനൊന്നുമില്ല, പക്ഷെ ചില സമയത്തിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലൊക്കെ ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ടേം തരും. അപ്പോൾ അത് റെസിസ്റ്റിവിറ്റി റോ ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മുടെ ഡെൻസിറ്റിയുടെ ആ റോ ഇല്ലേ, അതുപോലത്തെ റോ L/A. സോ അവിടെ നമ്മൾ ഇതേപോലെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കൊണ്ടുവന്ന പോലെ ഈ കോൺസ്റ്റന്റ് കളയാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഫാക്ടറാണ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഓരോ റെസിസ്റ്ററിനും ഒരു റെസിസ്റ്റിവിറ്റി ഉണ്ടാവും. സോ അതാണ്
ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമ്മൾ കൊണ്ടുവന്നു. അത് കണ്ടുപിടിക്കാനാണെങ്കിലും നമുക്ക് ഈ വാല്യൂസ് ഒക്കെ അറിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ നമുക്ക് റെസിസ്റ്റിവിറ്റിയും കണ്ടുപിടിക്കാം. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷേ ഈ ടേം റെസിസ്റ്റിവിറ്റി കണ്ടു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. സോ അതിനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? സോ ദിസ് ഇസ് അബൌട്ട് റെസിസ്റ്റൻസ്. സോ ലോങ്ങർ എ വയർ, ഗ്രേറ്റർ ഇറ്റ്സ് റെസിസ്റ്റൻസ്. ദ ഗ്രേറ്റർ ദ ഡയമീറ്റർ ഓഫ് എ വയർ, ലെസ് ഇറ്റ്സ് റെസിസ്റ്റൻസ്. മനസ്സിലായോ? ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും. ഡയമീറ്റർ കൂടിക്കഴിഞ്ഞാൽ, ഡയമീറ്റർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന? ഏരിയ. അപ്പൊ ഡയമീറ്റർ കൂടിയാൽ ഏരിയ കൂടും, ഏരിയ കൂടിയാൽ അവിടെ റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കും? കുറയും. ക്ലിയർ? സോ ദിസ് ഇസ് അബൌട്ട് resistance and thickness. So next we are going to study how to measure resistance. So here they have given a circuit. ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. സോ വിച്ച് ഷോസ് എ പവർ സപ്ലൈ. ഒരു പവർ സപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സർക്യൂട്ട് ഹാസ് എ വേരിയബിൾ പവർ സപ്ലൈ. വേരിയബിൾ പവർ സപ്ലൈ വന്നാൽ നമ്മളൊരു നമുക്ക് 1 വോൾട്ട് കൊടുക്കാം, 2 വോൾട്ട് കൊടുക്കാം, 4 വോൾട്ട്. അതുകൊണ്ട് ആ വോൾട്ടേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മനസ്സിലാവുണ്ടോ? സോ വിച്ച് ക്യാൻ ബി അഡ്ജസ്റ്റ് to give different values of potential difference for each value. അപ്പോൾ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പം കറണ്ട് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. ഫോർ ഈച്ച് വാല്യൂ കറണ്ട് ഇസ് മെഷർഡ് ആൻഡ് റിസൾട്ട്സ് ലൈക്ക് ദോസ് ഷോൺ ഇൻ ടേബിൾ 18.4 are found. The last column in the table 18.4 shows the value of R and calculated using R is equal to V by I. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ നമ്മൾ ഫിസിക്സിൽ ഗ്രാഫ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെയാ? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപെൻഡൻറ്റ് വേരിയബിൾ, അങ്ങനെ. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾ ഏതാ? നമ്മുടെ വോൾട്ടേജ് ആണ്. ആൻഡ് കറണ്ട് ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറുന്ന വേരിയബിൾ. ഓക്കെ, സോ ഇതിൽ കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും ഇവിടെ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫാക്ടർ വരുന്നത്. സോ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വി ആർ മെഷറിങ് വാട്ട് കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വി ആർ മെഷറിങ് കറണ്ട്. ഓക്കെ, സോ നമ്മൾ അങ്ങനെയാണ് ത്രൂ ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഒറ്റ കോമ്പണൻറ്റേ ഉള്ളൂ. അപ്പോൾ ആ കോമ്പണൻറ്റിൻ്റെ വോൾട്ടേജ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഏതാ? റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ മാത്രം എടുക്കുക. സോ നമ്മൾ 2 വോൾട്ട് കൊടുക്കും. 2 വോൾട്ട് കൊടുക്കുമ്പോൾ എത്ര കറണ്ട് എന്ന് മെഷർ ചെയ്തു. 4 വോൾട്ട് കൊടുത്തു, എത്ര കറണ്ട് എന്ന് മെഷർ ചെയ്തു. 6 വോൾട്ട് കൊടുത്തു, അതേപോലെ എത്ര കറണ്ട് എന്ന് മെഷർ ചെയ്തു. 8 വോൾട്ട് കൊടുത്തു, കറണ്ട് മെഷർ ചെയ്തു. സോ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, സോ ആസ് ദ വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് ഇസ് ഓൾസോ ഇൻക്രീസിങ്, അല്ലേ? കറണ്ടും അതേപോലെ ഇൻക്രീസ് ആയി വരുന്നുണ്ട്. ആൻഡ് നമുക്ക് അതിന് ഒരു ഫാക്ടർ കൂടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വോൾട്ടേജ് ഡബിൾ ആവുമ്പോൾ, വോൾട്ടേജ് 2 to 4 ആവുന്ന സമയത്ത് കറണ്ടും അതേ പ്രൊപ്പോർഷണലി ഡബിൾ ആവുന്നത് നമുക്ക്, ഏകദേശം ഡബിൾ ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലേ? ഇതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ, ഡബിൾ അല്ലെങ്കിലും കൂടുതലായിട്ട് വരുന്നത് നമുക്ക് ഈസി ആയിട്ട് അവിടെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ വോൾട്ടേജ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കറണ്ടും കൂടുകയാണ് ചെയ്യുന്നത്, അല്ലേ? സോ അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ് റെസിസ്റ്റൻസ്. സോ നമ്മൾ എല്ലാ വാല്യൂവിനും ഇതേപോലെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. സോ അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? റെസിസ്റ്റൻസ് ത്രൂ ഔട്ട് ഏകദേശം ഒരു കോൺസ്റ്റന്റ് വാല്യൂവിലാണ് എത്തിയിരിക്കുന്നത്. 25, 23.5, 25, 25.8, 25, 24.5. സോ ത്രൂ ഔട്ട് ഒരു കോൺസ്റ്റന്റ് വാല്യൂ, ഒരു പാറ്റേൺ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ത്രൂ ഔട്ട് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് റെസിസ്റ്റൻസ് തരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കറണ്ടും ഇതും എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇതേപോലെ റിലേഷൻ എല്ലാം റിലേറ്റ് ചെയ്ത് പഠിക്കാം. നമ്മൾ ഇതേപോലെയാണ് മറ്റേ പ്രഷറും വോളിയത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ, അതായത് PV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ബോൾസ് ലോ നമ്മൾ പഠിച്ചു, അല്ലേ? അതായത് പ്രഷറും വോളിയം ഒരു റിമൈൻഡിങ് ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതായത് പ്രഷറും വോളിയം കൂടെ മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. PV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. സോ ആ ഒരു കൺസെപ്റ്റ് പോലെ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. സോ ആ വാല്യൂ എന്താ? റെസിസ്റ്റൻസ് ആണ് ഇവിടെ. സോ ഇത് നമുക്ക് ഓൾട്ടർനേറ്റീവ് ടു പ്രാക്ടിക്കലിൽ ചോദിക്കാം. ഇങ്ങനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം, അതിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം, അതായത് സർക്യൂട്ട് ഡയഗ്രാം, പവർ സപ്ലൈ, മീറ്റർ റൂള്, പിന്നെ അമീറ്റർ, വോൾട്ട് മീറ്റർ, അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയണം. സോ അതിൻ്റെ ഒരു പ്രൊസീജിയർ നിങ്ങളുടെ ആക്ടിവിറ്റിയിലും തന്നിട്ടുണ്ട്.
ഓക്കെ. സോ തന്നിട്ടില്ലെങ്കിൽ ഞാനത് സെൻഡ് ചെയ്ത് തരാം. സോ ഇപ്പോൾ ഇവിടെ സോ ഈ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്കൊരു അനാലിസിസിലോട്ട് എത്താനായിട്ട് പറ്റും. അത് എന്താണ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വി ക്യാൻ സേ ദാറ്റ് ഇസ് വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് അല്ലേ. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്ന സമയത്ത് കറണ്ടും കൂടുന്നുണ്ട്. അത് നമ്മൾ ഇതിന് മുൻപത്തെ ടേബിളിൽ കണ്ടതാണല്ലോ. അതായത് വി ഇസ് ഡയറക്ട്ലി അതായത് വോൾട്ടേജ് കൂടുമ്പം കറണ്ടും കൂടുന്നു. സോ അങ്ങനെ ഒരു പ്രൊസീജിയർ, അതായത് ഒരു പ്രിൻസിപ്പിൾ അത് നമുക്ക് ത്രൂ ഔട്ട് ഫോളോ ചെയ്യുന്നത് കാണാൻ പറ്റും. അതായത് വി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ഓക്കെ. സോ അപ്പോൾ അങ്ങനെ പ്രൊപ്പോർഷണൽ ആവുമ്പോൾ, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആവുന്ന സമയത്ത് വി ക്യാൻ സീ ദാറ്റ് റെസിസ്റ്റൻസ് ഇസ് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ്. അവിടെ റെസിസ്റ്റൻസിന് വലിയ റോളില്ല. റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിട്ടാണ് നിൽക്കുന്നത്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ് നിൽക്കുന്നത്. സോ അപ്പോൾ നമുക്കൊരു ലോ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ലോന്റെ പേരാണ് ഓംസ് ലോ. ഓക്കെ. സോ ഓംസ് ലോ ഇസ് a law which states that current through a conductor, here it is what wire ആവുമ്പം it's a conductor അല്ലേ. So current through a conductor between 2 points is directly proportional to what? Between 2 points is directly proportional to voltage across the 2 points. Okay, I will repeat. Ohm's law states that the current through a conductor between 2 points, okay, between 2 points is directly proportional to voltage across the 2 points. അതായത് കറണ്ടും വോൾട്ടേജും directly proportional ആണ്. Okay, providing what? Resistance should remain constant. Okay, providing resistance should remain constant. മനസ്സിലായോ? സോ ഇതിനെയാണ് നമ്മൾ ഓംസ് ലോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് റെസിസ്റ്റൻസിന് എന്ത് യൂണിറ്റ് കിട്ടിയത്? റെസിസ്റ്റൻസിന് ഓം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കിട്ടിയത്. ഓക്കെ. സോ ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് കറന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു what? Voltage, provide that resistance remain constant at constant temperature. Temperature ഒരു important value ആണ്. ഓക്കെ. സോ ഈ ഒരു ലോ എന്ന് പറയുന്നത് നമ്മൾ ഇനി അടുത്ത സെഷനിലൊക്കെ ഈ ഓമിക് ലോ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ഓക്കെ. സോ അങ്ങനെ ഓമിക് റെസിസ്റ്റർ, അതായത് ഓമിക് റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്. ഓക്കെ. സോ അങ്ങനെ ഒരു പ്രൊപ്പോർഷണാലിറ്റി വരുന്ന കോമ്പണൻസിനെ നമുക്ക് ഓമിക് കോമ്പണൻസ് എന്ന് പറയാം. സോ ഈ ഓം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സയന്റിസ്റ്റ്, ദാറ്റ് ഇസ് ജോർജ് സൈമൺ ഓം. ഹീസ് എ ജർമ്മൻ ഫിസിസ്റ്റ്. ഹി വാസ് ഫസ്റ്റ് ടു വെരിഫൈ ഓംസ് ലോ എക്സ്പെരിമെന്റലി. ഇങ്ങനെ, അതായത് വോൾട്ടേജ് നമ്മളൊരു പവർ സോഴ്സിന് ഒരു വോൾട്ടേജ് കൊടുത്തു, ത്രൂ ഔട്ട് കറണ്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പം ഈ റെസിസ്റ്റൻസ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കാണാൻ പറ്റി. ഓക്കെ. സോ അങ്ങനെയാണ് ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്തത്. ഇറ്റ് സ്റ്റേറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് കറന്റ് ആൻഡ് വാട്ട്? ഇലക്ട്രിക് കറന്റ് ആൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ. ഇറ്റ് സ്റ്റേറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാട്ട്? ഇലക്ട്രിക് കറന്റ് ആൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ഒന്നും കൂടെ പറയാം, നോട്ട് ചെയ്തോളൂ. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വോൾട്ടേജ് അക്രോസ് എ കണ്ടക്ടർ, ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് voltage across a conductor is directly proportional to the current, directly proportional to the current flowing through it, provided all physical conditions and temperature remains constant. Okay, what is Ohm's law? Ohm's law states that voltage is directly proportional to current flowing through it, provided all physical conditions and temperature should remain constant. So നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? V is directly proportional to I. Okay, we can mathematically write it as V is directly proportional to I. ഇതാണ് ഓംസ് ലോ പറയുന്നത് അല്ലേ? ഓംസ് ലോ states that voltage across a conductor is directly proportional to current. നമ്മൾക്ക് അങ്ങനെയാണ് ആ എക്സ്പെരിമെന്റിൽ കിട്ടിയത്. Provided
all physical quantities, physical conditions and temperature remains constant. സോ എപ്പോഴും നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കഴിയാനായിട്ട് ഒരു വാല്യൂ കൊണ്ടുവരും. ഇവിടെ ഓൾറെഡി നമുക്ക് ആ ഒരു ഇക്വേഷൻ തന്നെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടി. അത് എന്ത് വാല്യൂ? റെസിസ്റ്റൻസ് ആയിരുന്നു ആ കോൺസ്റ്റന്റ് വാല്യൂ ആർ അല്ലെ. റെസിസ്റ്റൻസ് ആയിരുന്നു ആ കോൺസ്റ്റന്റ് വാല്യൂ. ആ ത്രൂ ഔട്ട് അത് ചെയ്ത സമയത്ത് നമുക്ക് ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ആർ അല്ലെ. സോ നമുക്ക് ഇങ്ങനെയാണ്, അതായത് ഈ ഒരു ഡെറിവേഷൻ ആണ് ശരിക്കും വി ബൈ ഐ ഈക്വൽസ് ആർ എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് എത്തിയത്. മനസ്സിലായോ? സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്താ പഠിച്ച? റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കറന്റ് എന്ന് പഠിച്ചു. പക്ഷെ അത് എങ്ങനെ വന്നേന്ന് അറിയാലോ? അതായത് അക്കോർഡിംഗ് ടു ഓംസ് ലോ വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്. സോ പ്രൊവൈഡഡ് physical conditions and temperature should remain constant. And here നമുക്കറിയാം വി ബൈ ഐയിൽ നമുക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ കോൺസ്റ്റന്റ് അവോയ്ഡ് ചെയ്യാൻ, അതായത് ഈ പ്രൊപ്പോർഷണാലിറ്റി അവോയ്ഡ് ചെയ്യാനായിട്ട് വി ഹാവ് ടു പുട്ട് എ കോൺസ്റ്റന്റ്. സോ ഈ ഒരു ലോ ഫോളോ ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അവിടെ നമ്മൾ ഈ ആർ ഇട്ട് കൊടുത്താലും നോ പ്രോബ്ലം. അവിടെ റെസിസ്റ്റൻസ് ത്രൂ ഔട്ട് ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. നമുക്ക് ആ ഒരു സമ്മിൽ നമുക്ക് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടി. സോ അങ്ങനെയാണ് വി ബൈ ഐ ഇസ് ഈക്വൽ ടു ആർ. സോ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റീഅറേഞ്ച് ചെയ്യാം. വി ഇസ് ഈക്വൽ ടു ഐ ആർ ഓർ ഐ ഇസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ. സോ ഇത്രയും ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് ഇതിലുള്ളത്. സോ ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, റെസിസ്റ്റൻസ് വോൾട്ടേജ് കൂടുമ്പം കറണ്ട് കൂടുന്നുണ്ട്, പക്ഷെ ത്രൂ ഔട്ട് റെസിസ്റ്റൻസ് എന്താ? ഇറ്റ് ഇസ് റിമൈനിങ് കോൺസ്റ്റന്റ്. സോ ഇത് എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? ഇറ്റ്സ് ഒബേയിങ് ഓംസ് ലോ. അതുകൊണ്ടാണ് അവിടെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയത്. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇക്വേഷൻ കിട്ടിയത്. അതായത് വി ബൈ ഐ ഇസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടിയത് ഇങ്ങനെയാണ്. മനസ്സിലാവുണ്ടോ? So here we can say that the equation R is equal to V by is used to calculate the resistance of a component in a circuit. We can rearrange the equation in two ways. That is, I is equal to V by R and V is equal to IR. So for example, we can calculate the current flows through a 20 ohm resistor when there is a potential difference of 6 volt across it. Appa namukku ariyalo I is equal to V by R aanu. So 6 volt divided by 20 ohm, that is 0.3 ampere. അതായത് ഈ ഇക്വേഷൻ നമ്മൾ ആ ട്രയാങ്കിൾ മെത്തേഡിൽ എഴുതി വെക്കുക. ആ ട്രയാങ്കിൾ മെത്തേഡിൽ എങ്ങനെ എഴുതി വെക്കേണ്ടത്? മുകളിൽ ട്രയാങ്കിളിൽ വി, ഓക്കെ, ഇവിടെ ഐ, ഇവിടെ ആർ. ഓക്കെ, ഞാനത് ഇവിടെ ഇത് കാണിച്ചു തരാം എങ്ങനെ എഴുതേണ്ടതെന്ന്. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നല്ലേ. വി ഈക്വൽസ് ടു ഐ ആർ. സോ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് മനസ്സിൽ ഒന്ന് ആലോചിക്കുക. ലൈക്ക് ദിസ്. ഓക്കെ, വി ഈക്വൽസ് ഐ ആർ, ഐ ഇൻറ്റു ആർ, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ, ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. ഓക്കെ, so this is how it is defined. So അങ്ങനെ ഒബേ ചെയ്യുമ്പോൾ ഓംസ് ലോ ആണെങ്കിൽ റെസിസ്റ്റൻസ്, ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ വോൾട്ടേജ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് about resistance. Resistance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് കറണ്ട് അല്ലെ. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ് പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഇസ് ഓം. ആൻഡ് ആസ് എ റെസിസ്റ്റൻസ് ഇൻക്രീസസ് കറണ്ട് അവിടെ കുറയും. റീസൺ ഒബ്സ്റ്റക്കിൾ ആവുകയാണ്. സോ ടു ഇൻക്രീസ് ദാറ്റ് പെർട്ടിക്കുലർ കറണ്ട് നമ്മൾ അവിടെ കൂടുതൽ വോൾട്ടേജ് കൊടുക്കേണ്ടി വരും അല്ലേ. സോ ബിക്കോസ് അവിടെ നമുക്ക് അവിടെ ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ വി ഹാവ് ടു പ്രൊവൈഡ് ലോട്ട് ഓഫ് എനർജി. സോ പുഷ് അവിടെ കൂടും. സോ അങ്ങനെ നമുക്ക് കറണ്ട് കൂട്ടാം. അതേ റെസിസ്റ്ററിൽ വെച്ച് കറണ്ട് കൂട്ടാം. പക്ഷെ എങ്ങനെ കൂട്ടാൻ പറ്റുള്ളൂ? വി ഹാവ് ടു ഗിവ് മോർ എനർജി. വോൾട്ടേജ് അവിടെ കൂട്ടിക്കൊടുക്കും. ആൻഡ് വി ഹാവ് സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ഏരിയ അല്ലെ. അതായത് റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. റെസിസ്റ്റൻസ് ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. ആൻഡ് അതേപോലെ തന്നെ ആസ് ദ ഏരിയ increases, what happen? Resistance decreases. Or we can say as the diameter increases, resistance decreases അല്ലെ. ഡയമീറ്റർ കൂടുന്തോറും റെസിസ്റ്റൻസ് അവിടെ കുറയാണ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ഓംസ് ലോ. ഓംസ് ലോനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഓംസ് ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വോൾട്ടേജ് അക്രോസ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, provided physical conditions such as temperature should remain constant.
സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. പക്ഷെ അതിങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു വന്നപ്പോൾ ഒരുപാടായിട്ടുണ്ട്. സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. ഈ ലെസൺസ് വായിക്കുക, അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഇതുവരെ എടുത്ത ഭാഗം ചെയ്യുക. ആൻഡ് ആഫ്റ്റർനൂൺ സെഷൻ ഐ വിൽ ബി ഗിവിംഗ് യു നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.